വീറ്റ് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നതിനായിട്ട് ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 8 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാര തന്നെ എടുക്കാൻ നോക്കുക, അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് പെട്ടെന്ന് മിക്സ് ആയിട്ട് വരത്തുള്ളൂ. സെയിം അളവിൽ തന്നെ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലിന് പകരം ബട്ടർ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യുക. അതിനുശേഷം ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കറക്റ്റ് സെയിം അളവിൽ തന്നെ പഞ്ചസാരപ്പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൺഫ്ലവർ ഓയിലും എടുത്തതിന് ശേഷം നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഒട്ടും കട്ട കെട്ടാതെ വെള്ളം പോലെ നല്ല ലിക്വിഡ് ഫോമിൽ കിട്ടണം. അതുവരെ നല്ല പോലെ വിസ്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഹാൻഡ് വിസ്കോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊരു ഏകദേശം പരുവായി ഒന്ന് ആയി വരുന്ന സമയത്ത് നമുക്ക് 10 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ചായിട്ട് ചേർത്ത് വേണം മിക്സ് ചെയ്യാൻ. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിപ്പോൾ വീറ്റ് കൊണ്ട് ചെയ്തുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യുക. അപ്പോൾ കുറച്ച് പൊടിയായിട്ടിട്ട് നമ്മൾ കുഴച്ച് വരിക. ആദ്യം വിസ്ക് ഉപയോഗിച്ചിട്ട് ചെയ്യുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈ ഉപയോഗിച്ച് നല്ലൊരു സോഫ്റ്റ് ഡൗ ആയിട്ട് മാറ്റിയെടുക്കാം. അപ്പം ഞാനിത് ചേർക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ വാനില എസൻസ് ചേർക്കാൻ വിട്ടുപോയിരുന്നു. അതുകൊണ്ട് ഞാനൊരു 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആദ്യം തന്നെ ചേർക്കാം. അതിനുശേഷം ഇത് നല്ല പോലെ മിക്സ് ചെയ്യുക. മാവ് ഇത്തിരി കട്ടിയായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പാലുകൂടെ ചേർത്തിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കുഴച്ച് നോക്കിയിട്ട് വേണം വെള്ളം ഒരിക്കലും ചേർക്കരുത്. പാലിൻ്റെ അളവ് തീരുമാനിക്കാം. എന്നിട്ട് നല്ലൊരു സോഫ്റ്റ് ഡോ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിന് കിട്ടും. ഇതിലും ഇച്ചിരൂടെ ലൂസായാലും കുഴപ്പമില്ല. ഒരു ചപ്പാത്തി പരുവം അതിനേക്കാളും ഇച്ചിരൂടെ കട്ടിയുള്ള ഒരു പരുവമായിരിക്കും. അതിനുശേഷം അതിലൊരു ബോൾ എടുത്തിട്ട് കയ്യിൽ ഇതുപോലെ പരത്തി നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്തെടുക്കാം. ഞാനിതൊരു ഗുഡ് ഡേ ബിസ്ക്കറ്റിൻ്റെ ആകൃതിയിലാണ് ചെയ്തെടുക്കുന്നത്. ഇത്തിരി വലുതായി പോയേ ഉള്ളൂ. ഒരു പപ്പടം കുത്തിയുടെ ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം. അതിനുശേഷം ഒരു പാത്രത്തിൽ എണ്ണ തേച്ചിട്ട് അതിനകത്തോട്ട് ഇത് ഓരോ ബിസ്ക്കറ്റും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതേ സമയം തന്നെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് മണലോ ഉപ്പോ ഇട്ടിട്ട് ബേക്ക് ചെയ്യാൻ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ബേക്ക് ചെയ്യാൻ വെക്കുക. അതിനുശേഷം ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒരു 45 മിനിറ്റ് കൊണ്ട് നമ്മുടെ ബിസ്ക്കറ്റ് ഇതുപോലെ റെഡിയായിട്ട് കിട്ടും. തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിത് വെളിയിലെടുക്കാവൂ. അപ്പോൾ ഇതാ കണ്ടോ, ഇതുപോലെ നല്ല പോലെ ഒടിഞ്ഞു വരുന്ന പോലെ ഒരു പരുവത്തിന് കിട്ടും. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് കാണുന്നവരെ ബൈ.